ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മോളെ, പറഞ്ഞിട്ട് പോവാത്തോണ്ട് അവൾ അവസാനമായിട്ടൊന്ന് കാണാൻ പറ്റിയില്ല അല്ലേ? അച്ഛൻ കുറെ നേരം നിന്നെ തിരക്കി. ഇപ്പോഴാ ഉറങ്ങിയത്. നീ അകത്തോട്ട് ചെല്ല്. അതെ, നീ അവിടുന്ന് നിന്നേ. ദേവന് സുഖമില്ല എന്നുള്ളത് നേരാ. പക്ഷെ രാധികയും വരുണിനെ ഒന്നിപ്പിക്കാമെന്നുള്ള നിന്റെ ഉദ്ദേശം ഉണ്ടല്ലോ, അതങ്ങ് മറന്നു കളഞ്ഞേക്ക്. വരുണേ ഇപ്പോഴും പ്രിയങ്കയുടെ ഭർത്താവാ. അത് മറികടന്ന് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ മോനാണ് മരുമോനാണ് എന്നൊന്നും ഞാൻ നോക്കില്ല. ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകും. എന്നിട്ട് കേസ് കൊടുത്ത് അകത്തിടും എല്ലാത്തിനെയും. യശോദേ, രാധിക മോള് വന്നോ? എവിടെയായിരുന്നു എന്റെ കുട്ടി? പ്രിയങ്ക വരില്ല അല്ലേ? അവള് മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ പോയിരിക്കല്ലേ, സമയമെടുക്കും. അതെ, ഞാൻ ദേവേട്ടനോട് പറഞ്ഞല്ലോ. മോൾ അച്ഛൻ്റെ അടുത്തിരിക്കേ. എന്താ ബാഗില്? അച്ഛന് പ്രിയപ്പെട്ട വല്ലതും ആണോ? പ്രിയമുള്ളതാണെങ്കിലും അച്ഛനിപ്പൊ കാണിക്കണ്ട കേട്ടോ. ഒരുപാട് നിയന്ത്രണങ്ങളൊക്കെ പറഞ്ഞിട്ട് അച്ഛനെ വിട്ടിരിക്കുന്നു. മധുരം കഴിക്കലൊക്കെ ഇനി കുറെ കാലം കഴിഞ്ഞിട്ടേ ഉള്ളൂ. പ്രിയങ്ക ഇങ്ങനൊരു പോക്ക് പോകുമെന്ന് അച്ഛൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല മോളെ. അവളൊരു ബഹളക്കാരിയാ. പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ അച്ഛനോട് നല്ല സ്നേഹമുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ എങ്ങനെ ഒരു പോക്ക് പോവോ? മോളെന്താന്നും മിണ്ടാത്ത? ഒന്നല്ല അച്ഛ. എന്തിനാ മോള് കരയുന്നേ? അവളുടെ കാര്യം ഓർത്തിട്ട്. അവള് പുറത്തൊക്കെ പോയി നല്ല പരിചയമുള്ള കുട്ടിയല്ലേ. തനിച്ചായാലും അവൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അവള് പോയി വന്നോളും. പണ്ടൊരു ദിവസം നിങ്ങൾ രണ്ടുപേരും കൂടി കളിക്കുന്നതിനിടയിൽ എന്തോ ഒരു വഴക്കുണ്ടായി. അത് കഴിഞ്ഞ് കുറച്ചു കഴിഞ്ഞപ്പോ പ്രിയങ്ക മോളെ കാണാതായി. മോക്കതൊക്കെ ഓർമ്മയില്ലേ? നമ്മൾ എത്ര സ്ഥലത്താ അവളെ അന്വേഷിച്ച് നടന്നത്.
എല്ലാം കഴിഞ്ഞപ്പോ കണ്ടുപിടിച്ചതോ നമ്മുടെ അമ്പലത്തിലെ തിടപ്പള്ളിയുടെ അകത്തുനിന്ന്. അന്ന് അച്ഛൻ അവളെ കണ്ടുപിടിച്ച് അടിക്കാൻ ഓങ്ങിയപ്പോ അവളെന്താ ചെയ്തതെന്നറിയോ? എന്നെ കെട്ടിപ്പിടിച്ച് 2 കവിളിലും മാറി മാറി ഓരോ മുത്തം. പിന്നെ അച്ഛൻ എങ്ങനെ തല്ലാൻ പറ്റുക? അവളുടെ ഓരോ കാര്യങ്ങള് ഓർമ്മയില്ലേ മോക്കതൊക്കെ? ഓർമ്മയുണ്ട്. ഞാൻ പോയി കുളിക്കട്ടെ, എന്നിട്ട് അച്ഛനടുത്തേക്ക് വരാം. മോൾ ഒരുപാട് അലഞ്ഞതല്ലേ, നല്ല ക്ഷീണുണ്ട് മുഖത്ത്. പോയി കുളിച്ചിട്ട് വാ. ആ മോളെ, പറഞ്ഞിട്ട് പോവാത്തോണ്ട് അവൾ അവസാനമായിട്ടൊന്ന് കാണാൻ പറ്റിയില്ല അല്ലേ? യശോദേ, മോളുടെ ഉള്ളിൽ നല്ല സങ്കടമുണ്ട്. നന്നായി നോക്കണം കേട്ടോ. ഇപ്പൊ അവളുടെ സങ്കടം ദേവേട്ടനെ പറ്റി മാത്ര. Ha ha ha.